വസ്വാസുകള്, ദുഷിച്ച അഫ്കാറുകൾ, ചിന്തകള്, മനോവിഷമങ്ങൾ നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുക. എന്തെങ്കിലും കേസിൽ ക്ഷമിക്കാനാവാതെ മനസ്സിനെ ടെൻഷനാക്കിപ്പിക്കുക, ദുഃഖിപ്പിക്കുക, ഇതൊക്കെ ശൈത്താൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പൈശാചികമായ വസ്വാസാണ് അതൊക്കെ. അവനെ മനസ്സിനെ വേദന ഉണ്ടാക്കുക, ദുഃഖം ഉണ്ടാക്കുക, എപ്പോഴും ഒരു ഹമ്മിലിങ്ങനെ. അപ്പൊ അവൻ എന്താക്കും? അത് മുഖേന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന് മടിയാകും. അപ്പൊ അവനെ കസിലാനാക്കും, മടിയനാക്കും. പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ അവന് കഴിയാത്ത നിലക്കുള്ള ഒരു അശക്തി അവന്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തിന്മകൾ ചെയ്യാനുള്ള പ്രേരണ, നന്മകൾ ചെയ്യാതിരിക്കാനുള്ള അവന്റെ ഉത്ബോധനങ്ങൾ. അഥവാ നേരത്തെ പറഞ്ഞില്ലേ, നന്മകളൊക്കെ എന്തൊക്കെയെന്ന് അവൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു മൂഡിൽ നമ്മൾ പറയില്ലേ, എനിക്ക് ഖുർആൻ ഓതാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എനിക്ക് പറ്റണില്ല. സുന്നത്ത് നിസ്കരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും, പക്ഷെ സുന്നത്തിനോടൊന്നും എനിക്ക് താല്പര്യം തോന്നുന്നില്ല. ഇനി നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റും അതൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുമെന്ന് എനിക്ക് ഞാൻ വിചാരിക്കാറുണ്ട്, പക്ഷെ എനിക്കതിന് പലപ്പോഴും കഴിയില്ല. നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോരുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ദിക്റുകൾ ചൊല്ലണം എന്ന് എനിക്ക് തോന്നാറുണ്ട്, പക്ഷെ പലപ്പോഴും എനിക്കതിന് പലതും ഞാൻ ഒഴിവാക്കുകയാണ്. എന്താ കാരണം? പൈശാചികം. പിശാച്ച് ഇങ്ങനെ വേണ്ട എന്ന് പറയാം, നമ്മളെ മടിയനാക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കാവലാണിത്. പിശാച്ചിന്റെ ഏതെല്ലാം വിധത്തിൽ നമ്മുടെ മനസ്സിൽ അവൻ ഉണ്ടാക്കി തീർക്കുന്ന എന്തൊക്കെ രൂപത്തിലുള്ള കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അവൻ ഇത് ഒരു ഹിർസാണ്, ഒരു സുരക്ഷയുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിക്കേണ്ടതില്ല, എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാം. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. വഹ്ദഹു അവൻ ഏകനാണ്. ലാ ശരീക ലഹു അവന് ഒരു പങ്കുകാരനുമില്ല. നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക മാത്രമല്ല, വഹ്ദഹു അവൻ ഏകനാണ്. ഒന്നും കൂടി ശക്തിപ്പെടുത്താണ്, ലാ ശരീക ലഹു അവൻ ഒരു പങ്കാളിയുമില്ല. എത്രത്തോളം അതിന്റെ മഹത്വം എന്ന് വിശദീകരിക്കേണ്ടതില്ല. മിസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അള്ളാഹുവിന്റെ തൗഹീദിനെ, വഹ്ദാനിയത്തിനെ പ്രഖ്യാപിക്കുന്ന ദിക്റാണ്. ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, നമ്മളിതൊക്കെ ചൊല്ലുമ്പോൾ മനസ്സറിഞ്ഞു ചൊല്ലാനാണ്. മനസ്സറിയാത്ത ദിക്റുകളല്ല നമുക്ക് വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. പിന്നെ ലഹുൽ മുൽക്കു അവനാണ് രാജാധിപത്യമുള്ളത്. ലോകത്ത് പലർക്കും പലയിടങ്ങളിലും പല രാജാധിപത്യവും ഉണ്ട് എന്നവർ അവകാശപ്പെടുന്നു. പക്ഷെ അതൊന്നും എന്നും നിലനിൽക്കുന്നതല്ല, എല്ലായിടത്തുമുള്ളതല്ല. അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ രാജാധിപത്യം ഒരിക്കലും മുറിഞ്ഞു പോകുന്നതല്ല. ഏത് കാലത്തും അവൻ മലിക്കാണ്. അവന്റെ മുൽക്ക് എല്ലാ കാലത്തുമുണ്ട്, അതിനൊരിക്കലും കുറവ് വരികയില്ല. അവൻ രാജത്വമുള്ളവനാണ്, അവനാണ് അധികാരമുള്ളത്. ലഹുൽ ഹംദു അവനാണ് സർവസ്തുതികളും. അപ്പൊ ലോകത്തുള്ള എല്ലാ അധികാരികൾക്കും അധികാരം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്നാണ് നമ്മൾ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നത്. മാലിക്കുൽ മുൽക്കായ അള്ളാഹുവേ, എല്ലാ രാജാധിപത്യത്തിന്റെയും ഉടമ അവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവാണ്. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അതല്ലേ വിശ്വസിക്കുന്നത്. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് രാജത്വത്തെ അല്ലെങ്കിൽ അധികാരത്തെ നീ പിഴുതെറിയുന്നു, അല്ലെങ്കിൽ ഊരിക്കളയുന്നു. റബ്ബാണ് എല്ലാം കൊടുക്കുന്നവൻ. അതുകൊണ്ട് തന്നെ ആ എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ മലിക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതേതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് പരിമിതമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തേക്ക് പരിമിതമല്ല. പ്രപഞ്ചം മുഴുവനും അവനാണ് അടക്കി ഭരിക്കുന്നത്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. കണ്ടോ, അതാണ് അല്ലാഹു പറയുന്നത്, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു, അവൻ തന്നെയാണ് സർവസ്തുതികളും. പറയേണ്ടതില്ല, എല്ലാ സ്തുതികൾക്കും അർഹനവനാണ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീനാണവൻ, റഹ്മാനാണവൻ, റഹീമാണവൻ, മാലിക് യൗമിദ്ദീനാണവൻ. ഇതൊക്കെ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹയിൽ എന്തുകൊണ്ട് സർവസ്തുതിയും അള്ളാഹുവിന് എന്നുള്ളതിനുള്ള മറുപടിയാണത്. അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ മാലിക് യൗമിദ്ദീനാണ്, പ്രതിഫലം നൽകുന്ന പരലോക നാളിന്റെ ഉടമയാണ്. നോക്കൂ നിങ്ങൾ, എല്ലാ സ്തുതികൾക്കും അർഹത അവൻ മാത്രമാണ്. വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെയാണ്. ഖദീർ എന്ന് പറഞ്ഞാൽ എന്താ? ഖുദ്റത്തുള്ളവൻ, കഴിവുള്ളവൻ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അത് അള്ളാഹിനെ കുറിച്ചല്ലാതെ പറയാൻ പറ്റൂല. ലോകത്തുള്ള ഏതൊരു വ്യക്തി, അവൻ എത്ര വലിയ ഉന്നതനാവട്ടെ, അവരുടെയൊക്കെ കഴിവുകൾ, നൽകപ്പെട്ട കഴിവുകൾക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ എല്ലാത്തിനും കഴിവുള്ളവൻ ആരാണ്? ഖദീർ എന്ന് പറയാൻ. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഈ ആശയമെങ്കിലും നമ്മുടെ മനസ്സുകളിൽ ഇത് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവണം.
അതിന് സ്പീഡിൽ നമ്മൾ പറയരുത് സഹോദരങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക ഇങ്ങനെ പറയരുത്, അങ്ങനെ നമ്മൾ പറയരുത്. നമ്മളെ മനസ്സ് തട്ടി നമ്മളെ നാവും നമ്മുടെ ഹൃദയമൊക്കെ പങ്കെടുത്ത് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ എണ്ണിപ്പോവുക. കുറച്ച് ടൈം എടുക്കും, കുറച്ചൊരു ടൈം എടുക്കും മറ്റേതിനേക്കാൾ. പക്ഷേ അതാണ് ഫലപ്രദം. മറ്റേത് വെറുതെ ഇങ്ങനെ സ്പീഡിൽ അടിച്ചു പോകും. നമ്മൾ അങ്ങനെ ആവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, അപ്പൊ ഈ ദിക്ർ ആരെങ്കിലും പറഞ്ഞാൽ ഫി യൗമിൻ, ഒരു ദിവസത്തിൽ, മിഅത മറ, 100 വട്ടം പറഞ്ഞാൽ, അപ്പൊ 100 വട്ടാണ് ഇത് പറയേണ്ടത്. 100 വട്ടമെങ്കിലും മിനിമം നമ്മളത് പറയണം ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ. എന്നാൽ 10 വട്ടം പറയുന്നത് വേറുണ്ട്. പിന്നെ യുഹ്യീ വ യുമീതു എന്ന് ചേർത്തുകൊണ്ട് 10 വട്ടം പറയുന്നത് വേറെയുമുണ്ട്. അതൊക്കെ അതിന്റെ സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പൊ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാരെങ്കിലും ഒരു ദിവസത്തിൽ 100 തവണ പറഞ്ഞാൽ, ആ 100 തവണ പറയുന്നതോടുകൂടി തന്നെ കാനത്ത് ലഹു, ഞാൻ 100 തവണ എന്നുള്ളിടത്ത് നമ്മൾ പണ്ഡിത ലോകത്ത് ചർച്ച നടന്നിട്ടുണ്ട്. ഒരാൾ ഇരുന്ന ഇരിപ്പിൽ ഒരൊറ്റ മജ്‌ലിസിൽ തന്നെ 100 തവണ അതാണ് പറഞ്ഞാലേ ഈ പ്രതിഫലം കിട്ടൂ എന്നുണ്ടോ? പലപ്പോഴും ആളുകൾ ചിലപ്പോൾ 100 അങ്ങനെ പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ വല്ല തിരക്കിലായി പിന്നേക്ക് നീക്കി വെക്കും. ഒറ്റയടിക്ക് 100 തവണ പറയണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 10 മിനിറ്റ് എന്തായാലും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്ർ ഒന്ന് മനസ്സമാധാനത്തോടെ ശാന്തമായി നമ്മൾ പറയണമെങ്കിൽ ഒരു 10 മിനിറ്റ് വേണം. ആ ഒരു 10 മിനിറ്റ് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ കിട്ടിയില്ല, കുറച്ച് പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായ തോതിൽ ഒറ്റ ഇരിപ്പിൽ തന്നെ 100 അപ്പം തന്നെ പറയണോ? ഇതിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതേ അവസരത്തിൽ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് ഉദാഹരണത്തിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റിയാദുസ് സാലിഹീനിന്റെ തന്നെ ഗ്രന്ഥകർത്താവാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം, അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഇത് ഒരൊറ്റ ഇരിപ്പിൽ തുടർച്ചയായി അങ്ങനെ പറഞ്ഞുകൊള്ളണം എന്ന ഷർത്തൊന്നും ഇല്ല. എന്നാൽ അങ്ങനെ പറയലാണ് ഏറ്റവും അഫ്ളൽ, ശ്രേഷ്ഠമായത് അങ്ങനെ തന്നെയാണ്, ഏറ്റവും ഉത്തമം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ രാവിലെ നമ്മൾ പറയുകയാണെങ്കിൽ അപ്പം തന്നെ 100 പറയാ, രാത്രി പറയുകയാണെങ്കിൽ അപ്പം തന്നെ 100 പറയാ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ നമ്മൾ പറയുമ്പോൾ പൂർണ്ണമായിട്ട് 100 പറയൽ തന്നെയാണ് ഏറ്റവും ഉത്തമം. എന്നാൽ തിരക്കുകൾക്കിടയിൽ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എത്രയാണോ ചൊല്ലിത്തീർത്തത് അതിന്റെ കണക്ക് വെക്കുക, എന്നിട്ട് അതിന്റെ ബാക്കി ചൊല്ലാം. അങ്ങനെ 100 തികയ്ക്കുക. അങ്ങനെ ആയാലും ഇൻഷാ അള്ളാഹ് പ്രതിഫലം ലഭ്യമായേക്കും എന്നൊക്കെ ഈ വിഷയത്തിൽ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഹദീസിന്റെ ആ പ്രതിപാദനത്തിന്റെ രീതിയിൽ ഉത്തമമായ കാര്യം അത് അപ്പം തന്നെ 100 പറയല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഉത്തമം, അത് തന്നെയാണല്ലോ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാം. അങ്ങനെ 100 തവണ പറഞ്ഞാൽ കാനത്ത് ലഹു, അതവനായിത്തീരും. അങ്ങനെ അവൻ പറഞ്ഞാൽ അതവനായിത്തീരും. ഏതുപോലെയാകും? അദ്ല അശ്രി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം അവന് അത് മുഖേന ലഭ്യമാകും എന്നാണ്. 10 അടിമകളെ മോചിപ്പിക്കുന്ന ഒരു അടിമമോചനം എന്ന് പറഞ്ഞാൽ വലിയ ചെലവുള്ള സംഗതിയാണ്, അതിന് വലിയ പുണ്യാണ്. ഒരടിമയെ മോചിപ്പിക്കുക അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്കിപ്പോൾ അത് മനസ്സിലാവില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അടിമകൾ ഏറെ പ്രയാസം സഹിച്ചിരുന്നവരാണ് ഉടമകൾക്ക് കീഴിൽ. ആ അടിമകളോട് എങ്ങനെ വർത്തിക്കണമെന്നും അവരോട് നീതി പാലിക്കണമെന്നും അവരെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുമ്പോഴും ഭാരം വഹിപ്പിക്കുമ്പോഴും ഒക്കെ പാലിക്കേണ്ട മര്യാദകൾ എന്താണെന്നും അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അങ്ങനെ പ്രയാസം സഹിച്ചിരുന്ന അടിമകളെ ഉടമ മോചിപ്പിക്കും. ചിലപ്പോൾ അതിന് ഉടമ പറയുന്ന കാശാണ് കൊടുക്കണം. അങ്ങനെ വൻ തുകകളൊക്കെ കൊടുത്തുകൊണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പല അടിമകളെയും മോചിപ്പിച്ചത്. നമുക്കറിയാം, ബിലാൽ റളിയല്ലാഹു തആല അൻഹു അടിമയായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത് വൻ തുക കൊടുത്തിട്ട്. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു. വൻ തുകയാണെന്ന് അന്നത്തെ ഉടമകൾ ചോദിച്ചിരുന്നത്. എന്താണോ ചോദിക്കുന്ന തുക അതങ്ങ് കൊടുക്കണം, എങ്കിലേ ഈ ഉടമയുടെ നുകത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അയാളുടേതായ കൺട്രോളിൽ നിന്ന് ഈ മനുഷ്യൻ സ്വതന്ത്രനാവുകയാണ്. അതാണ് അടിമമോചനം എന്ന് പറയുന്നത്. അങ്ങനെ 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ്, സവാബാണ് അവന് ലഭ്യമാകുന്നത്. അപ്പൊ എത്ര വലിയ പ്രതിഫലമാണ് ഇത് പറഞ്ഞാൽ. 100 തവണ പറഞ്ഞാൽ നോട്ട് ചെയ്യാം നമ്മൾ. തീർന്നോ? അതുകൊണ്ട് തീർന്നില്ല. വകുതിബത് ലഹു മിഅതു ഹസനത്തിൻ, വകുതിബത് ലഹു, ആ വ്യക്തിക്ക് എഴുതപ്പെടുകയും ചെയ്യുന്നതാണ്, ആ വ്യക്തിക്ക് എഴുതപ്പെടുകയും ചെയ്യുന്നതാണ്
മിഅതു ഹസനത്തിൻ, 100 നന്മ എഴുതപ്പെടും. കേട്ടോ, അവന്റെ നന്മയുടെ റെക്കോർഡിൽ 100 ഹസനത്തായിട്ട് അത് എഴുതും. 100 ഹസനത്തായിട്ട് അത് രേഖപ്പെടുത്തപ്പെടും. തീർന്നില്ല, വമുഹിയത്ത് അൻഹു, അവനിൽ നിന്ന് മായ്ച്ചു കളയപ്പെടും. മഹ എന്ന് പറഞ്ഞാൽ മായ്ച്ചു എന്നാണ്. ഖുർആനിൽ കാണാം യംഹുല്ലാഹു മാ യശാ, യംഹുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയുന്നു എന്നാണ്. അപ്പൊ മഹ യംഹു, അപ്പൊ മുഹിയത്ത് അൻഹു, ആ വ്യക്തിയിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുന്നതാണ്. നമ്മുടെ തിന്മയുടെ റെക്കോർഡിൽ എത്രത്തോളം സയ്യിആത്തുകൾ കിടപ്പുണ്ടാകും, തിന്മകൾ കിടപ്പുണ്ടാകും എഴുതി ചേർക്കപ്പെട്ടത്. 100 നന്മ അവിടെ എഴുതി ചേർക്കപ്പെടും എന്ന് മാത്രമല്ല, വമുഹിയത്ത് അൻഹു മിഅതു സയ്യിഅത്തിൻ, 100 തിന്മകൾ അവനിൽ നിന്നും മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും. അപ്പൊ 100 നന്മ എഴുതപ്പെടുകയും 100 തിന്മകൾ അതിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും. നമ്മൾ അള്ളാഹിനോട് കൊതിക്കുന്ന കാര്യമാണ്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ തിന്മയുടെ റെക്കോർഡിൽ അള്ളാഹു റബ്ബേ നിന്റെ ഫളില് കൊണ്ട് അരുതാത്തതൊക്കെ വന്നു പോയതൊക്കെ നീ മായ്ച്ചു കളയണേ, അത് മൂടി വെക്കണേ, മാലോകരറിയാതെ മായ്ച്ചു കളഞ്ഞ് അത് മൂടി വെച്ച് പുറത്തു തരണേ. അല്ലേ നമ്മൾ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരർത്ഥം എന്താണ്? നമ്മുടെ പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ ആ പാപങ്ങളെ അല്ലാഹു തആല അത് മായ്ച്ചു കളയുക, അതിനെ മറച്ചു വെക്കുക, മാലോകരയിടയിൽ പറഞ്ഞു വഷളാക്കാതെ അതിനെ ഗോപ്യമാക്കി വെക്കുക, നമ്മോട് വിട്ടുവീഴ്ച ചെയ്യുക. ഈ വിശാലമായ ആശയമാണല്ലോ മഗ്ഫിറത്തിലൊക്കെ ഉള്ളത്, റബ്ബിന്റെ അഫുവിലൊക്കെ ഉള്ളത് അതാണല്ലോ. അപ്പോ ഇവിടെ നോക്കൂ നിങ്ങൾ, 100 തിന്മ അയാളുടേതായ റെക്കോർഡിൽ നിന്ന് മായ്ച്ചു കളയപ്പെടും ഇത് മുഖേന. 3 പ്രത്യേകത പറഞ്ഞു ഇപ്പൊ നമ്മൾ. 4ാമത്തെ ഗുണം വകാനത്ത് ലഹു, അതവനായിത്തീരുന്നതാണ്. ഹിർസം മിനശ് ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസിയാ. കേട്ടോ, വകാനത്ത് ലഹു, അതവനായിത്തീരുന്നതാണ്. ഹിർസം മിനശ് ശൈത്വാനി, ശൈത്താനിൽ നിന്ന് അവന് സുരക്ഷയായി മാറും. കണ്ടോ, ശൈത്താനിൽ നിന്ന് അവനത് സുരക്ഷയായി മാറും. അപ്പോ പൈശാചികമായ നിലക്കുള്ള എന്തെല്ലാം കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് പിശാച്ച് മുഖേന. പിശാച്ച് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിൽ യഥാർത്ഥ ഈമാൻ നിലനിർത്താതെ അവിടെ വസ്വാസുകൾ ഉണ്ടാക്കാനാണ്. ശൈത്താന്റെ മുഖ്യ പ്രവർത്തനം വസ്വാസ് ഉണ്ടാക്കലാണ്. ആ വസ്വാസവൻ ഏതൊക്കെ മേഖലയിൽ ഉണ്ടാക്കും? ഏറ്റവും പരമപ്രധാനമായ ഈമാനിൽ ഉണ്ടാക്കും, വിശ്വാസത്തിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാക്കും, നമ്മുടെ നീയത്തുകളിൽ ഉണ്ടാക്കും, നമ്മുടെ പ്രവർത്തനങ്ങളിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് അവൻ പല വിധത്തിലുള്ള ദുസ്വാധീനങ്ങൾ ചെലുത്തും. ഇതൊക്കെ പൈശാചികമായിട്ട് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ കാവലാണ് പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു കാണുന്ന വസ്വാസുകള്, ദുഷിച്ച അഫ്കാറുകൾ, ചിന്തകള്, മനോവിഷമങ്ങൾ, നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുക. എന്തെങ്കിലും കേസിൽ ക്ഷമിക്കാനാവാതെ മനസ്സിനെ ടെൻഷനാക്കിപ്പിക്കുക, ദുഃഖിപ്പിക്കുക, ഒക്കെ ശൈത്താൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പൈശാചികമായ വസ്വാസാണ് അതൊക്കെ. അവനെ മനസ്സിനെ വേദന ഉണ്ടാക്കുക, ദുഃഖം ഉണ്ടാക്കുക, എപ്പോഴും ഒരു ഹമ്മിലിങ്ങനെ. അപ്പൊ അവൻ എന്താക്കും? അത് മുഖേന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന് മടിയാകും. അപ്പൊ അവനെ ക്രിസ്ലാനാക്കും, മടിയനാക്കും. പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ അവന് കഴിയാത്ത നിലക്കുള്ള ഒരു അശക്തി അവന്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തിന്മകൾ ചെയ്യാനുള്ള പ്രേരണ, നന്മകൾ ചെയ്യാതിരിക്കാനുള്ള അവന്റെ ഉത്ബോധനങ്ങൾ. അഥവാ നേരത്തെ പറഞ്ഞില്ലേ, നന്മകളൊക്കെ എന്തൊക്കെയെന്ന് അവൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു മൂഡിൽ നമ്മൾ പറയില്ലേ, എനിക്ക് ഖുർആൻ ഓതാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എനിക്ക് പറ്റണില്ല. സുന്നത്ത് നിസ്കരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും, പക്ഷെ സുന്നത്തിനോടൊന്നും എനിക്ക് താല്പര്യം തോന്നുന്നില്ല. ഇനി നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റും അതൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുമെന്ന് എനിക്ക് ഞാൻ വിചാരിക്കാറുണ്ട്, പക്ഷെ എനിക്കതിന് പലപ്പോഴും കഴിയില്ല. നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോരുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ദിക്റുകൾ ചൊല്ലണം എന്ന് എനിക്ക് തോന്നാറുണ്ട്, പക്ഷെ പലപ്പോഴും എനിക്കതിന് പലതും ഞാൻ ഒഴിവാക്കുകയാണ്. എന്താ കാരണം? പൈശാചികം. പിശാച്ച് ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറയാം, നമ്മളെ മടിയനാക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കാവലാണിത്. പിശാച്ചിന്റെ ഏതെല്ലാം വിധത്തിൽ നമ്മുടെ മനസ്സിൽ അവൻ ഉണ്ടാക്കി തീർക്കുന്ന എന്തൊക്കെ രൂപത്തിലുള്ള കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അവൻ ഇത് ഒരു ഹിർസാണ്, ഒരു സുരക്ഷയുമാണ്. അവന്റെ ആ ദിവസം, ആ പകല് മുഴുവനും അതവന് പിശാച്ചിൽ നിന്ന് സുരക്ഷയാണ്. വൈകുന്നേരം വരെ. രാവിലെ താൻ ചൊല്ലിയാൽ വൈകുന്നേരം വരെ അവന് സുരക്ഷയാണ്. വൈകുന്നേരം ചൊല്ലിയാലോ രാവിലെ വരെയും സുരക്ഷയല്ലേ? അപ്പൊ 2 നേരം നമുക്ക് 100 വീതം ചൊല്ലാം. ഇനിയോ
ഇതിലപ്പുറം ചൊല്ലിക്കൂടാന്നുണ്ടോ? 100 ആ ഒരു കണക്കായിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരാൾക്ക് എണ്ണോ കണക്കൊന്നുമില്ലാതെ ഇത് എത്രയും പറയുന്നതിനനുസരിച്ച് അയാൾക്ക് പുണ്യം കൂടും. അത് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ടോ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താ എടുത്തു പറയുന്നത്? വലം യഅതി അഹദുൻ. അഞ്ചാമത്തെ കാര്യം എന്താ ഇവിടെ പറയുന്നത്? വലം യഅതി അഹദുൻ, ഒരാളും കൊണ്ടുവന്നിട്ടില്ല. വലം യഅതി അഹദുൻ, ഒരാളും കൊണ്ടുവന്നിട്ടില്ല. ബി അഫ്ളല, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യം ഒരാളും ചെയ്തിട്ടില്ല. മിമ്മാ ജാഅ ബിഹി, ഈ വ്യക്തി കൊണ്ടുവന്ന കാര്യത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യവും ഒരാളും ചെയ്തിട്ടില്ല. അത്ര അതിന് മഹത്വമുണ്ട് ആ ദിവസം. എന്നാൽ ഇല്ലാ റജുലുൻ, ഒരാളൊഴികെ, അയാൾക്ക് ഇയാളേക്കാണ് മഹത്വം ഉണ്ടാവും. അതേതാ? അമില, അയാൾ പ്രവർത്തിച്ചു. അക്സറ മിൻഹു, ഇതിനേക്കാൾ അധികം അയാൾ പ്രവർത്തിച്ചു. ഇതിനേക്കാൾ അധികം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് നല്ല കാര്യങ്ങൾ ആ മനുഷ്യൻ ആ ദിവസം ചെയ്തു എന്നതാവാം. ഈ ദിക്റിന് പുറമെ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ അധികരിപ്പിച്ചിട്ടുണ്ട് എന്നതാവാം. മറ്റൊന്ന്, ഈ ദിക്ർ തന്നെ 100 എണ്ണം എന്നതിൽ പറഞ്ഞു. ആ 100ന്റെ ശേഷം പിന്നെ അയാൾ കുറേ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. 100ൽ ചുരുക്കിയില്ല, പിന്നെ അത്ര ധാരാളം പിന്നെ അങ്ങനെ പറഞ്ഞു. അപ്പൊ 100 വരെ എണ്ണേണ്ടതുള്ളൂ. കാരണം അത് എണ്ണം പറഞ്ഞതാണ്. പിന്നെ അപ്പുറം നമ്മൾ ചൊല്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് എണ്ണൊന്നും നോക്കേണ്ടതില്ല. കാരണം എന്താ ഹദീസിൽ പറയുന്നത്? ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് എന്താ ഹദീസിൽ പറയുന്നത്? ഇല്ലാ റജുലുൻ അമില അക്സറ മിൻഹു, അതിനേക്കാൾ അധികം പ്രവർത്തിച്ചവനൊഴികെ എന്ന് പറഞ്ഞാൽ എണ്ണം നിശ്ചയിക്കപ്പെട്ട ഓരോ ദിക്റുകൾക്കും ആ എണ്ണത്തിനുള്ള പ്രത്യേകത അനുസരിച്ച് നമ്മൾ ആ എണ്ണം തന്നെയാണ് ചൊല്ലി തീർക്കേണ്ടത്. അതിൽ നമ്മൾ കൂട്ടാനും കുറക്കാനൊന്നും പറ്റൂല. അതേ അവസരത്തിൽ ഇവിടെ ആ എണ്ണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇയാളേക്കാണ് ശ്രേഷ്ഠമായ ഒരു വ്യക്തി പിന്നെ ആരാണ്ടാവുക? ഇത് അധികരിപ്പിച്ചവർക്ക് പിന്നെയും കൂടുതൽ ഇങ്ങനെ കൂലി ഉണ്ടാകും. അവന് പിന്നെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന കൂലി ഇങ്ങനെ കിട്ടുന്നതാണ്. ഈ വിഷയത്തിൽ അതാണ് ഹദീസിൽ നമുക്ക് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേ അവസരത്തിൽ നിസ്കാരത്തിൽ സുബ്ഹാനല്ലാഹ് 33 ഒരാൾ അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞു, പിന്നെ അയാൾക്ക് സുബ്ഹാനല്ലാഹ് പറയാൻ പാടില്ല എന്നുണ്ടോ? അയാൾക്ക് പിന്നെ എത്രയോ എണ്ണം കണക്കൊന്നുമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഇങ്ങനെ ഏത് ദിക്റുകളും ചൊല്ലാം. പക്ഷെ അള്ളാഹു അവന്റെ റസൂലിലൂടെ എണ്ണം നിശ്ചയിച്ച് തരാത്ത ഒന്നിന് നമ്മുടെ വകയായിട്ടൊരു പ്രത്യേക എണ്ണം, അതിന് മഹത്വമുണ്ട് എന്ന നിലക്ക് നമ്മൾ കണക്കാക്കാൻ പറ്റൂല. നമ്മളൊരെണ്ണം നിശ്ചയിക്കുക, എന്നിട്ട് ആ എണ്ണം ചൊല്ലിയാൽ ഇത്ര പുണ്യുണ്ട് എന്ന് നമുക്ക് പറയാൻ അധികാരമല്ല. അത് നമ്മൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പൊ ഈ ഹദീസിൽ നമ്മൾ 4-5 ഗുണങ്ങൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം.